സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറഞ്ഞ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനില്ലേ, അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് പറ്റി നമ്മളെ കുട്ടികൾക്ക്, ഈ കുട്ടി യുവത്വത്തിന് എന്താ പറ്റിയത്, അതെന്താ ഈറ്റിൽ ഇങ്ങനെ ആയിപ്പോയതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞെന്നറിയോ, ഇവിടുത്തെ യുവത്വത്തിനൊന്നും പറ്റിയിട്ടില്ല, പറ്റിയത് നമുക്കാണ്. 3 വയസ്സ് മുതൽ മദ്രസയിൽ നിന്ന് പഠനം തുടങ്ങി വിവിധ സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ച് 19ാമത്തെ വയസ്സിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു കുട്ടിക്ക് കള്ളു കുടിച്ചാൽ കരള് കത്തിപ്പോകുമെന്നുള്ള ബോധം ഉണ്ടാക്കാൻ കഴിയാത്ത വിദ്യാഭ്യാസം എന്ത് വിദ്യാഭ്യാസമാണ് അയാൾ ചോദിച്ചത്. പിന്നെ എന്തിനാ സ്കൂളിൽ പോയത്, എന്തിനാ കോളേജിൽ പോയത്? കള്ളു കുടിച്ചാൽ ചത്തുപോകുമെന്നുള്ള ബോധം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് സ്കൂളിൽ പോകണോ? ഈ റോഡിലൂടെ എങ്ങനെ വാഹനം ഓടിക്കണമെന്ന് പഠിപ്പിക്കാൻ കഴിയാത്ത ഒരു വിദ്യാഭ്യാസം എന്തിനാണ് എന്ന് അദ്ദേഹം ചോദിച്ചത്. ലോകത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഇങ്ങനെയുള്ളൂ, ബാക്കി എല്ലായിടെയും റോഡ് നിയമങ്ങൾ. നിങ്ങൾ ഗൾഫിലെല്ലാം പോയിട്ടില്ലേ, എന്തൊരു ശക്തമായ നിയമമാടാ. നിങ്ങളൊന്ന് തുപ്പിയോക്ക് റോഡുമ്മൽ, വിവരം അറിയും. ഇവിടെയോ കൂ 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 എന്നത് എന്ത് തുപ്പിയാലും പ്രശ്നമൊന്നുമില്ല, മേത്തായാലും പ്രശ്നമൊന്നുമില്ല. അതേ രീതിയിൽ ബാപ്പയെയും ഉമ്മയെയും സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും നാട്ടിലെ നിയമങ്ങളെ പാലിക്കണമെന്നും ഈ 19 വയസ്സുകാരൻ്റെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് നിങ്ങളും ഞാനുമായിരുന്നില്ലേ? അത് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല, അതുകൊണ്ട് മക്കൾ നമ്മളോടൊപ്പം നിൽക്കുന്നില്ല. അപ്പോൾ ആർക്കാ പറ്റിയത് പാളിച്ച? ഇവിടുത്തെ വിദ്യാഭ്യാസത്തിനും പാളിച്ചുണ്ട്. കേരളത്തിൽ 12 വയസ്സ് മുതൽ കുട്ടികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ചും പ്രവാസ ലോകത്തുള്ള ഭർത്താക്കന്മാർ, പ്രവാസ ലോകത്തുള്ള കുടുംബത്തിലെ ഉമ്മമാർക്ക് മക്കളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതാണ് ഇവിടുത്തെ വിഷയം. ഒരു തോന്നിയ പോലെ നടക്കുക, പൈസ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഈ കുട്ടികളാ. അവിടെ എനിക്ക് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ലഹരിയെക്കുറിച്ചല്ല സംസാരിക്കാനുള്ളത്, ഈ മക്കളെ പോറ്റുന്നതിനെ കുറിച്ചാണ്. ഈ മക്കൾക്ക് 4 പ്രത്യേകതയുണ്ട്, അറിയോ നിങ്ങൾ? ആ പ്രത്യേകത മനസ്സിലാക്കാതെ പോറ്റിയിട്ടുണ്ട് ഈലും നശിച്ചു. ഈ കുട്ടികളുടെ പ്രത്യേകത എന്താ അറിയോ? 18 വയസ്സ് വരെ ഉമ്മമാർ കേട്ടോ, 18 വയസ്സ് വരെ ഈ മക്കളുടെ പേര് കുട്ടി എന്നാണ്. എന്താ പേര്? കുട്ടി. എടോ എനിക്ക് എത്ര വയസ്സായി? 12 ഇഞ്ഞി കുട്ടിയാണ്. ഇഞ്ഞി വെളുത്തിട്ടാണെങ്കിലും കറുത്തിട്ടാണെങ്കിലും A+ കിട്ടിയിട്ടുണ്ടെങ്കിലും ഓടുമെങ്കിലും ചാടുമെങ്കിലും ഇഞ്ഞി കുട്ടിയാണ്. എത്ര വയസ്സ് വരെ കുട്ടിയാ? 18 വയസ്സ് വരെ. ഈ 18 വയസ്സ് വരെ കുട്ടികളായിട്ട് ഈ കുട്ടികളെ കാണണങ്ങൾ. കുട്ടികൾ A+ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പൊന്തിലൊന്നും ഉണ്ടാകണ്ട. ഇപ്പോഴത്തെ A+ കിട്ടിയിട്ട് എന്ത് പൊന്തു തന്നെ. ലോകത്തിൻ്റെ സ്കൂളിൻ്റെ പരിസരത്തോടി പോയാൽ A+ ആയിപ്പോൾ വെറുതെ A+ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുവാണ്. പക്ഷേ A+ കിട്ടിയ ഞാൻ എതിരല്ല, നല്ലതാണ്. പക്ഷെ ഉമ്മമാർ അഹങ്കരിക്കണ്ട. കാരണം ശരിക്കും നമ്മൾ 10ാം ക്ലാസ്സിൽ നിന്ന് പിള്ളേരെ തോപ്പിക്കും ഞാൻ നല്ലത്. അതിന് തോക്കൂല, സ്കൂളിൽ പോയാൽ ജയിക്കൂ. തോറ്റിക്കിണ്ട് എന്താ ഗുണമെന്നറിയോ? മസ്ദൂർ എന്ന് പറഞ്ഞ പണി കിട്ടും. മസ്ദൂർ എന്ന് പറഞ്ഞ പണി കിട്ടിയാൽ എന്താണെന്നറിയോ? 3 കൊല്ലം കൊണ്ട് SLC പാസ്സായാലും നിങ്ങൾക്ക് ഓവർസിയർ ആവാം. 2 കൊല്ലം കൊണ്ട് ഒരു ഡിഗ്രി നമ്മളൊരു പോളിടെക്നിക്കിൽ അല്ലെങ്കിൽ ITI ഒരു കോഴ്സ് കൂടി കഴിഞ്ഞാൽ എൻജിനീയർ ആവാം. നിങ്ങൾക്ക് 5 കൊല്ലം കൊണ്ട് SLC തോറ്റൊരുത്തന്നെ എൻജിനീയർ ആവാൻ കഴിയുന്ന ഏറ്റവും നല്ല ജോലി SLC തോറ്റവനാണ് കിട്ടുക. ജയിച്ചോൻ ഇതും കൊണ്ട് കുടുങ്ങി. A+ കിട്ടിയവർക്ക് പറ്റിയ കോളേജ് ഇവിടെ എല്ലാത്തിനുണ്ടാ. അതുകൊണ്ട് തോക്കേണ്ടവൻ തോക്കണം, ജയിക്കേണ്ടവൻ ജയിക്കണം. കുട്ടിക്ക് വിഷമം ഉണ്ടാവുന്ന നേരിട്ട് അപ്പാട് തോപ്പിച്ചുവിടുക. എന്നാൽ ഇവിടെ ഫുട്ബോൾ കളിയൊന്നും വേണ്ടാലോ. പാവം തോറ്റ ടീം തൂങ്ങിച്ചാവെന്ന് പറഞ്ഞാൽ 2 ജയിച്ചാൽ പോരെ. ഓട്ട മത്സരമൊന്നും വേണ്ടാലോ, എല്ലാവരും ഒരേപോലെ ഇങ്ങനെ ഓടിയാൽ പോരെ. തോക്കേണ്ടവൻ തോക്കണ്ടേന്ന്, എന്നാലല്ലേ കളിക്കൊരു വാശി ഉണ്ടാവും. ഫുട്ബോൾ കളി 2 ജയിക്കുന്ന അറിയിക്കണ്ട, നമ്മൾ ആരെങ്കിലും ഫുട്ബോൾ കളിയാണോ പോവാ. അതേപോലെ പഠിക്കാൻ കുട്ടികൾക്ക് താല്പര്യമുണ്ടാവണമെങ്കിൽ കുട്ടിക്ക് തോൽവി ഉണ്ടാവണം. അതിനതിജീവിക്കാൻ കഴിയുന്ന മനുഷ്യക്കുട്ടികൾക്ക് മാത്രമേ ഈ ഭൂമുഖത്ത് ജീവിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാനല്ല അങ്ങനെ തന്നെയാണ് ഇവിടെ വരെത്തിയത്. തോറ്റ് വണ്ടാരടങ്ങിയിരിക്കുക. അതുകൊണ്ട് തന്നെ എനക്ക് ഇനി ഒരു തോൽവി പുത്തരിയല്ല. കാരണം അതിലും വലിയ തോൽവിയല്ല നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടി. രാഘവ മാഷി സൂപ്പി മാഷ അടി കണക്ക് തീർത്ത് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യേൻ്റെ അടി പുല്ല എനിക്കിപ്പോൾ. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗുണം കിട്ടിയത്. ഭാര്യയിൽ അടിക്കുമ്പോൾ ഞാൻ അവരെ പോയോട്ടരായിരുന്നു. സൂപ്പി മാഷ അടി കിട്ടണം എനിക്ക്. എന്തായാലും ഏതാ അടി, ശരിയാണോ? എൻ്റെ അച്ഛൻ എന്നെ ഇതുവരെ രംഗീഷേ ഗുങ്കീഷേ ഒന്നും വിളിച്ചിട്ടില്ല, മോനൂട്ടാന്ന്. എൻ്റെ അച്ഛൻ എന്നെ വിളിച്ച പേരെന്താണെന്ന് നിങ്ങളോട് പറയാൻ പറ്റിയ ഒറ്റ പേരാണല്ലോ, ബാക്കിയെല്ലാം വളരെ മോശമാണ്. എൻ്റെ അച്ഛൻ എന്നെ ഏറ്റവും സ്നേഹത്തോടു കൂടി വിളിച്ചത് പെർക്കിന്നാണ്. അച്ഛൻ വൈകുന്നേരം കളിക്കുമ്പോൾ പോകുമ്പോൾ എന്നോട് പറഞ്ഞാൽ പെർക്കി ഏടെ പോയാൽ കളിച്ചാലും സാരമില്ല, വൈകുന്നേരം വിളക്ക് നോക്കുമ്പോൾ ഇവിടെ എത്തണം, ബാങ്ക് കൊടുക്കുമ്പോഴൊക്കെ ഇനി എത്തിയിരിക്കണം. ഞാൻ പക്ഷേ നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ എത്തിയിരുന്നു.
മനസ്സിലായില്ലേ? അച്ഛനോട് ഇഷ്ടമൊന്നുമില്ലെങ്കിലും നമ്മൾ ആ ഒരു ശീലമാണ് ഇപ്പോഴും സന്ധ്യാസമയത്ത് വീട്ടിലെത്തിക്കാൻ നമുക്ക് പ്രേരകമാവുന്നത്. എത്ര നിങ്ങൾക്ക് തോന്നില്ലേ? ഉമ്മേൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു കാപ്പി കുടിക്കണമെന്ന് തോന്നില്ലേ? അവിടെ അത് ശീലമാണ്. അത് ശീലിപ്പിച്ചത്. എനിക്ക് മരിക്കാൻ ഇഷ്ടം പോലെ മുട്ടിയിട്ടുണ്ടല്ലോ. പരീക്ഷ തോറ്റതിന് ഞാൻ മരിക്കാൻ നോക്കിയിന്. പക്ഷെ ഞാൻ മരിക്കാത്ത എന്താണെന്നറിയോ? ഞാൻ മരിക്കാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എൻ്റെ അച്ഛനാണ്. ഈ അച്ഛൻ്റെ ഒരു പ്രത്യേകത എന്നറിയോ? എന്തിനും ചീത്ത വിളിക്കുക. സൈക്കിളിൽ നിന്ന് വീണ ചീത്ത, ഗ്ലാസ് കയ്യിൽ നിന്ന് വീണു പോയ ചീത്ത. ഇങ്ങനെ കേട്ട് 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 അച്ഛൻ പറയും എനിക്ക് മരിച്ചോറോന്ന് എന്നോട്. 4ാം ക്ലാസ്സിലെ ചെക്കനോട് അച്ഛൻ ഇങ്ങനെ പറയാം മരിക്കറോ മരിക്കറോ. ഇത് കേട്ട് കേട്ട് കേട്ടില്ലേ എനക്കിങ്ങനെ അച്ഛനെ അങ്ങനെ തോന്നൂലേ? 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു. അച്ഛനോട് നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അമ്മേനെ വിളിച്ചു. അമ്മ ഓടി വന്ന് ഞാൻ പറയും ചങ്ങായില്ലേ ചങ്ങായി എന്നോട് ചത്തോ ചത്തോ എന്ന് പറയുന്നുണ്ട്. ഞാനങ്ങനെ ചാവൂല. ഇനി അഥവാ ചാവുന്നുണ്ട് എങ്കിൽ ചങ്ങായിനിയും കൊണ്ടേ പോകും. ഒരൊറ്റ ഓട്ടാണ് കളിക്കാൻ. ആ ഒരു വാശിയിൽ നമ്മൾ മരിക്കാതിരുന്നത്. എനിക്ക് മരിക്കാൻ മുട്ടീനല്ലണോ? മരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ മരിച്ചാൽ ചങ്ങായി സുഖിക്കും, അതുകൊണ്ട് ഞാൻ മരിച്ചില്ല. എൻ്റെ അച്ഛൻ സുഖിക്കാതിരിക്കാനാണ് ഞാൻ മരിക്കാതിരുന്നത്. എൻ്റെ അച്ഛനായിട്ട് എന്നോട് പറയുന്നുണ്ട് മോനെ നീ മരിക്കരുതടാ, എനിക്ക് നീ മാത്രമല്ലടാ ഉള്ളൂ, നീ മരിക്കരുത് മരിക്കരുത് പറയുന്നുണ്ടെങ്കിലേ അങ്ങനെ എന്നെ കൊണ്ട് ഇനി സുഖിക്കണ്ടെന്ന് ഞാൻ മരിക്കുമായിരുന്നു. ശരിയാണോ തെറ്റാണോ? ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഭാര്യ അങ്ങനെ തന്നെയാണ്. ഞാനും ഭാര്യയും ഭയങ്കര അടിയാണ്. ഞാനോട് പറഞ്ഞ് ഒഴിവായിത്താ എനിക്ക് സ്വത്തും ആധാരവും എല്ലാം എനിക്ക് തരാം, ഇനി ഒന്ന് ഒഴിവായി തരുമെന്ന് വെച്ചപ്പോൾ ഓള് പറഞ്ഞതെന്നറിയോ? അങ്ങനെ ഇനി വേറെ കെട്ടിയിട്ട് സുഖിക്കണ്ടെന്ന്. അതുകൊണ്ട് അവളോട് പോകാത്ത വേറെ. അല്ലാണ്ട് ഞാൻ ഓളെ ഉപേക്ഷിക്കുന്നതിനല്ലോ ഓൾക്ക് വിഷയം. ഞാൻ വേറെ കെട്ടി സുഖിച്ചാളെ എന്ന പ്രശ്നം. അങ്ങനെ ഒരു നന്മ എനിക്ക് മരിക്കാതെ ഈ മൈക്കൊക്കെ പുറകിൽ ഞാൻ എത്തിയിട്ടുണ്ട് എങ്കിൽ ഈ എൻ്റെ മക്കൾക്ക് ഞാനത് പറഞ്ഞു കൊടുക്കണ്ടേ? ഞാൻ എൻ്റെ 6ാം ക്ലാസ്സിലെ മോളെ ഇങ്ങ് വിളിച്ച് കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് എനിക്ക് പോയി ചത്തോറോ, എനിക്ക് ആരോടെങ്കിലും ഒളിച്ചോടി പോറോ എന്ന് ഞാൻ ശക്തമായിട്ട് അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ എത്തുന്നവരെ ഞാൻ കാത്തു നിൽക്കേണ്ട എൻ്റെ മോള് കാത്തു നിന്നില്ല. ഓള് കഴിഞ്ഞ ദിവസം എൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞതെന്നറിയോ? അച്ഛാ ഞാൻ ഓടുവും പായൊന്നുമില്ല, ഇനി അഥവാ ഓടുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കിട്ടേണ്ട സ്വത്തും പണ്ടവും കിട്ടാണ്ട് ഞാൻ പോകില്ല എന്ന്. മതി, ആ ഒരു വാശി മതി. എൻ്റെ കയ്യിൽ നിന്ന് സ്വത്തും പണ്ടവും കിട്ടിയിട്ടാ പോയെങ്കിൽ ഓള് പോവോ? ഇല്ല, അത് കിട്ടാണ്ട് ഓള് പോവില്ല. അത് തന്നെയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം. അല്ലാണ്ട് മക്കളെ പോകരുത് ഇങ്ങനെ സിനിമയിലില്ലേ അച്ഛാ പോകരുത് എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ മക്കളോട് പോകരുത് എന്ന് പറഞ്ഞാലൊന്നും കുട്ടികൾ പോകാണ്ടിരിക്കില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. യെസ്, സംഗതി മനസ്സിലായല്ലോ. ഈ കുട്ടികൾക്ക് 18 വയസ്സിന് താഴെയുള്ള മനുഷ്യൻ്റെ പേര് കുട്ടി എന്നാണ്. ഈ കുട്ടികൾക്ക് 4 പ്രത്യേകത ഉണ്ട്. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി നിങ്ങളെ മക്കളെന്താ തലയിരിഞ്ഞു വന്നതെന്ന് മനസ്സിലാക്കാൻ. ഞാൻ പറയുന്നത് ഇല്ലാന്ന് നിങ്ങൾ നോക്കണം കേട്ടാ. നിങ്ങൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണല്ലോ. നിങ്ങൾക്ക് എത്ര വയസ്സായി? 15. കുട്ടിയാണ്, വെറും കുട്ടി. നിങ്ങളെല്ലാം കുട്ടിയാണ്. എന്നാൽ ഒരു സംഗതി പറയട്ടെ, നിങ്ങളെ 4 പ്രത്യേകത ഞാനങ്ങ് പറയട്ടെ. ഈ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിയുണ്ട് എന്നാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ? നമ്മളെക്കാളും ഭയങ്കര ബുദ്ധിയാവൂല ഈറ്റേക്ക്. IQ ഭയങ്കര പോലും. ശരിയാണോ? പക്ഷെ ഇന്ത്യൻ നിയമം പറയുന്നതറിയോ? അന്തം വിട്ട ബുദ്ധിയാവൂല ഈറ്റേക്ക്. വേണ്ടാത്ത ബുദ്ധി, വേണ്ട ഒരു ബുദ്ധി ഈറ്റേക്കില്ല. ശരിക്കും ഈറ്റകളെന്നാ ചെയ്യേണ്ടത്? പാഠപുസ്തകം പഠിക്കുക, കളിക്കുക, ബാപ്പേനും ഉമ്മേനും സ്നേഹിക്കുക. ഇതൊന്നും ഈറ്റേക്കില്ല. ഈറ്റകൾ ഉമ്മേനെ കാണാൻ ഇങ്ങനെ ഒരു ഈറ്റക്ക് അങ്ങനെയാ. ശരിയാണോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ കുട്ടികളെ കുഴപ്പമില്ല, ഈ തലച്ചോറിൻ്റെ കുഴപ്പമാണ്. ശാസ്ത്രം പറഞ്ഞത് അത്. ഇനിയിപ്പോൾ നിങ്ങൾ ഈറ്റയ്ക്ക് ബുദ്ധി അതുകൊണ്ട് ബുദ്ധിയില്ലാന്നൊന്നും പറയില്ല. ഈറ്റയ്ക്ക് മൊബൈൽ ഫോൺ കൊടുത്തോക്ക്, അപ്പാടിത് കഴിച്ചിട്ട് വിറ്റാക്കി കിട്ടും. ഉമ്മ കാണാണ്ട് ഇൻസ്റ്റാഗ്രാം എവിടെയാണ് ഒളിപ്പിക്കുന്നതെന്ന് ഈറ്റയൊക്കെ അറിയാം. നിങ്ങൾക്ക് അന്ന് തിരിഞ്ഞ എൻ്റെ വീട്ടിലുണ്ട് പ്രശ്നം. എൻ്റെ അമ്മക്ക് 92 വയസ്സ്. അമ്മക്ക് തോണ്ടുന്നൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്ത് എൻ്റെ പെങ്ങള്. 92 ഇതും കൊണ്ട് കുടുങ്ങിയിന്. ഇതിന് നമ്പറും കാണുന്നില്ല, വിളിക്കണ്ട എവിടെയാണെന്നും തിരിയുന്നില്ല. ഈ അമ്മേൻ്റെ ഗുരുനാഥൻ ആരാന്നറിയോ? എൻ്റെ 1ാം ക്ലാസ്സിലെ ചെക്കൻ. എൻ്റെ അമ്മേനെ ചെക്കൻ പഠിപ്പിക്കുന്ന കേൾക്കണം. എൻ്റെ അമ്മയോട് ചോദിക്കുക, നിങ്ങൾ ഇതുവരെ ഇതൊന്നും പഠിച്ചിട്ടില്ല, പിന്നെ അമ്മ പറയാ പ്ലീസ് പഠിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ വേഗം പഠിപ്പിക്കുക. പച്ച ഞെക്കുക വിളിക്കാം, ചോപ്പ് കട്ടാക്കാൻ, ഇതൊച്ച. 92 പഠിക്കുക. പച്ച ചോപ്പ് ഒച്ച, ഒച്ച പച്ച ചോപ്പ് പാ ചോ എന്നിങ്ങനെ പഠിക്കുകയാണ് 92. എന്നിട്ടിപ്പം ചോദിക്കുക അച്ചമ്മ പഠിച്ചോ? പഠിച്ചു എന്ന് പറഞ്ഞപ്പോൾ ചെക്കൻ കളിക്കാൻ പോയി. 10ാമത്തെ വീട്ടിൽ അമ്മേൻ്റെ ഫോണിലേക്ക് കോൾ വന്നപ്പോൾ
പച്ചയും ചുവപ്പും ഒച്ചയും ഒന്നിച്ച് കണ്ടപ്പോൾ 92 ബേജാറായി. പിന്നെയും വിളിച്ചിടാ എന്ന് വിളിച്ചപ്പോൾ ഈ ചെക്കൻ്റെ ഒരു വരവുണ്ട്. ഈ ചെക്കൻ വന്നിട്ട് എൻ്റെ അമ്മയോട് ചോദിച്ച ചോദ്യമുണ്ട്, എത്ര പഠിപ്പിച്ച് നിങ്ങൾ എന്തിനാ പഠിച്ചത്? എൻ്റെ അമ്മ ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം. അങ്ങനെ ഈ ചെക്കൻ പറയാ പച്ച ചുവപ്പ് ഒച്ച. അങ്ങനെ എൻ്റെ അമ്മ പച്ച ഞെക്കിയിട്ട് ഫോണിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ മോനെ ഉമ്മൾ മരിക്കുന്ന നല്ലത്. ഞാൻ ചോദിച്ചു ചാന്തിനമ്മ ഉമ്മക്കിതെന്തെങ്കിലും അറിയാവാ? ഐറ്റെടുത്ത് കയറ്റിടുന്ന് ഫിറ്റാക്കുന്ന എന്തൊരു ബുദ്ധി ഐറ്റേക്ക്. റീൽസ് ഉണ്ടല്ലോ റീൽസ്. ഞാൻ ചോദിച്ചു എന്ത്? അമ്മക്ക് തിരികില്ല, എന്തോ പറഞ്ഞ് ഞെട്ടിച്ചത് അയച്ചൊക്കെ. ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ഉണ്ട്, സ്റ്റാറ്റസ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞപ്പോൾ അമ്മ വിചാരിച്ചു ഭീകരം തന്നെ. ഞാൻ പറഞ്ഞ അമ്മ വേണ്ടാത്ത വർത്താനം അന്തം വിട്ട ചെക്കനോട് പറയണ്ട. ചൊട്ടയിലെ ശീലം ഈ മൊബൈൽ ഫോൺ കളിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് ചെക്കനോട് പറഞ്ഞിട്ട് അന്തം വിട്ട ചെക്കൻ വിചാരിക്കും ബുദ്ധി ശരിക്കും ഉണ്ട് എന്ന്. മൊബൈൽ ഫോൺ നല്ലതാണോ ചീത്തയാണോ എന്ന് വെച്ചാൽ മൊബൈൽ ഫോണിനെ പോലെ നല്ലൊരു ഉപകരണം ഇല്ല. പക്ഷേ നല്ല കാര്യത്തിന് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഇങ്ങനത്തെ അന്തം വിട്ട മറ്റൊരു സാധനവും ഇല്ല. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് മക്കൾ മൊബൈൽ ഫോൺ നിയന്ത്രിക്കണ്ടേ? അവിടെ മക്കൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കണ്ടിട്ട് ഒരു ഉമ്മയും ബാപ്പയും കുട്ടിക്ക് ബുദ്ധിയുണ്ട്. അപ്പം എൻ്റെ അമ്മ ചോദിച്ചെന്താണെന്നറിയോ, കുട്ടിക്ക് ബുദ്ധിയുണ്ടെന്ന് എപ്പാ തിരിയാ? നിങ്ങളെ കുട്ടിക്ക് ബുദ്ധിയുണ്ടെന്ന് എപ്പാ തിരി? നിങ്ങൾക്ക് ഇരിഞ്ഞേ അതിന് ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങളൊരു പരീക്ഷണം നടത്തണം. കസേലം വന്ന് താഴെ കുരുണ്ട് വീണങ്ങൾ ഈറ്റകളെ മുമ്പെന്ന് നിങ്ങൾ വീണോക്ക്. ഈറ്റകൾ ചിരിച്ച് പണ്ടാരടങ്ങും, മനസ്സിലായില്ലേ? അത് ആര് വീണാലും ഉമ്മളോടും ചിരിച്ചു പോകും. പക്ഷെ 5ാമത്തെ മിനിറ്റിൽ ബാപ്പയാണല്ലോ ഈ കിടക്കുന്നതെന്നുള്ള സങ്കടത്തിലിട്ടുള്ള എൻ്റെ ബാപ്പാന്ന് പറഞ്ഞിട്ട് നമ്മളെ കൈപിടിച്ചെണീപ്പിച്ച് കസേലമ്മിൽ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ഇത് തങ്കപ്പെട്ട കുട്ടിയാണ്, നല്ല മനുഷ്യ കുട്ടിയത്. അതിന് നിങ്ങൾ ഈറ്റകൾ എണീപ്പിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാ? ഈറ്റകൾ ചിരിച്ച് പണ്ടാരടക്കിയിട്ട് നിങ്ങൾ മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ എണീറ്റ് വരുമ്പോയില്ലേ ഈറ്റകൾ പറയും ബാപ്പ എണീക്കല്ലേ. ഓടിപ്പോയി ഫോൺ എടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കും. വീണ ബാപ്പയും ഞാനും ഇന്നത്തെ സ്റ്റാറ്റസായി, ഇനി നാളത്തെ നോക്കിയാൽ മതി നീറ്റുകൾ പറഞ്ഞാൽ. ഇതാ കുട്ടി. അത് ബുദ്ധിയാ? വീണ ചവിട്ടിക്കോട്ടെന്നാണോ ബുദ്ധി? ബാപ്പക്ക് തലവേദന വന്നാൽ വിക്സ് എടുക്കാൻ ഓടണം കുട്ടി. അതാ കുട്ടി, ബോധമുള്ള കുട്ടി. അല്ലാണ്ട് കുട്ടി മൊബൈൽ ഫോൺ ഞെക്കുന്ന വേണ്ടിയിട്ട് ബുദ്ധിയുണ്ടെന്ന് പറയുന്ന ആ രക്ഷകർത്താക്കളാണ് ഇവിടുത്തെ പ്രശ്നക്കാർ. പറഞ്ഞു മനസ്സിലായല്ലോ? 2ാമത്തെ വിഷയം, എനീറ്റേക്ക് ബുദ്ധി ഉണ്ടോ ഇല്ലോ ഞാൻ പറയാം. നിങ്ങളുടെ പൃഥ്വിരാജിന്റെ കാറിന്റെ പേരുന്ന എല്ലാവരും അതാ വിളിച്ചു പറയുന്നത് ലംബോർഗിനി. കണ്ട പൃഥ്വിരാജിന്റെ കാറിന്റെ പേരല്ലേ ഈറ്റേക്ക് അറിയാം. ഉപ്പാപ്പന്റെ തറവാടിന്റെ പേരെന്തേനു? ഏതുപ്പാപ്പ? അങ്ങനെ ഒരു പാപ്പ ഉണ്ടോന്നായിട്ട്. അപ്പൊ വേണ്ടാത്ത പൃഥ്വിരാജിന്റെ കാറ്, ആ കാറിന്റെ ബോൾട്ടിന്റെ എണ്ണ ഈറ്റേക്ക് അറിയാം. ബുദ്ധിയുണ്ടോ ഇല്ലയോ? അവിടെയാ വിഷയം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ വേണ്ടാത്തത് ഈറ്റേക്ക് അറിഞ്ഞോടൂ. ഫോൺ ഉപയോഗിക്കുന്ന അറിഞ്ഞിട്ട് എന്ത് കാര്യ? ആ പൃഥ്വിരാജിന്റെ കാറിന്റെ ടയറിന്റെ എണ്ണ എടുത്തിട്ട് എന്ത് കാര്യ? സ്വന്തം ബാപ്പയെക്കുറിച്ചും ഉപ്പാപ്പയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ബോധമുണ്ട് എങ്കിലല്ലേ നമ്മളോട് നിൽക്കുള്ളൂ. ഓക്കെ. 2ാമത്തെ പ്രത്യേകത എന്നറിയോ? ഈറ്റ കൊടുക്കത്ത ധൈര്യ. 18 വയസ്സ് വരെയുള്ള കുട്ടിയെ കൊടുക്കത്ത ധൈര്യ. ശരിയാണോ തെറ്റാണോ? ഇങ്ങനെ ചൊക്ലി ടൗണിൽ നിൽക്ക്, റോഡും മേലെ നിൽക്കുമ്പോൾ ബൈക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞൊരു ബൈക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഏത് ചെക്കനായിരിക്കും ഓടിച്ചേ? 65 വയസ്സുള്ള കുട്ടി ചെക്കനാണ് ഓടിച്ചത്. അത് ആരാ? ഏറ്റവും ചെറിയ ചെക്കനായിരിക്കും. കാരണം ഓനെ അങ്ങനെ അന്തം വിട്ട് ബൈക്ക് ഓടിക്കാൻ പറ്റൂ. 2 ലോറി പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങ് പോകും. ശരിയാണോ? നമ്മൾ ഇങ്ങനെ മെല്ലെ പോകുമ്പോൾ ഷ്യൂ എന്ന് പറഞ്ഞങ്ങ് പോകുമ്പോൾ നമ്മളെ ഉള്ളിൽ നിന്ന് അങ്ങ് കത്തിപ്പോകും. നിങ്ങൾ നോക്കി ആ അന്തം വിട്ട കുട്ടിയായിരിക്കും. കാരണം ഓന് മാത്രം അങ്ങനെ ഓടിക്കാൻ പറ്റൂ. ഇനിയിപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണേ ആരും ആ കയറുമ്പ കൂടി ഒന്നും നടക്കരുതെന്ന് പറഞ്ഞു നോക്ക്. ക്ലാസ് കഴിഞ്ഞാൽ കുറേ എണ്ണുണ്ടോ? എന്താ നടന്നാൽ ഇങ്ങനല്ലേ നടക്കുക എന്ന് പറയില്ല. നിങ്ങൾ ഇവിടെ ഒരു ബുക്ക് വെച്ചിട്ട് പറ, ക്ലാസ് കഴിഞ്ഞാൽ ആ ബുക്ക് വായിച്ചിട്ടാ പോവാമെന്ന് പറഞ്ഞു നോക്ക്. ഐറ്റളില്ലേ നിലം കുഴിച്ചിട്ട് അതിലോടി പോയി കളി. എന്നാലും ബുക്കിൻ്റെ അടുത്തേക്ക് വരില്ല. ശരിയാണോ തെറ്റാണോ? അത് കുട്ടീൻ്റെ പ്രശ്നമല്ല, അത് കുട്ടീൻ്റെ തലച്ചോറിൻ്റെ പ്രശ്നമാണ്. 3ാമത്തെ പ്രശ്നമാണ് കുട്ടിയുടെ പ്രശ്നം. കുട്ടികൾക്ക് ഉപദേശം ലെവലേസ് ഇഷ്ടമല്ല. ശരിയാണോ തെറ്റാണോ? കുട്ടിക്ക് ഉപദേശം ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടം ഉപദേശമോ? നിങ്ങൾക്ക് ഇപ്പം എന്നെ കുറിച്ചിട്ട് എന്നാ തോന്നിയത്? നിങ്ങൾക്ക് തോന്നിയ പറയട്ടെ, ഏടുന്ന് വന്നടായി പോട്ടെ, ഇനി ഇവനുണ്ട് നമ്മളെ നന്നാക്കുക.
അല്ലാണ്ട് ഇതിലുള്ള ആർക്കെങ്കിലും ഇവൻ എത്ര മഹാനായ മനുഷ്യനാണ്, ഇവൻ്റെ ഉപദേശം കൊണ്ട് ഞാനങ്ങ് നന്നായി പോകും നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട്? നിങ്ങൾക്ക് മൂത്ത പെരാന്താ. കാരണം നിങ്ങളെ തലച്ചോറിന് അങ്ങനെ തോന്നുന്നതിനേ പാടില്ല. അപ്പം മനസ്സിലായില്ല നിങ്ങൾക്ക്? ഈ കുട്ടികൾ നിങ്ങളെ സ്വഭാവം, നിങ്ങളുടെ വീട്ടിൽ മാത്രമുള്ള കുട്ടികളുടെ സ്വഭാവം അല്ല ഇത് ഈ പ്രായത്തിലുള്ള കുട്ടീൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ മനസ്സിലായിക്കോ, ഒടുക്കത്തെ ബുദ്ധി, ഒടുക്കത്തെ ധൈര്യം ഇനി എനക്കും ഉണ്ട് കേട്ടോ. എൻ്റെ അച്ഛനുണ്ട് പണ്ട് ഈ സൂക്കേട്. എന്തിനും ഉപദേശം. നിങ്ങളെ വാപ്പ ഉപദേശിക്കില്ല? അത് സൈക്കിളും വന്ന് വീണാൽ ആടെ ഉപദേശം, പരീക്ഷ തോറ്റാൽ ഉപദേശം. എൻ്റെ അച്ഛൻ്റെ ഉപദേശം എന്താ പറയുക? നിങ്ങൾ എനിക്ക് ചിരി വരുന്നുണ്ട് ഇപ്പം ആലോചിക്കുമ്പോൾ. എന്ത് പറയുമ്പോൾ ചങ്ങായി പറയാണ്, വിളക്കിൻ്റെ കുപ്പിയില്ല, നമ്മൾ പണ്ടത്തെ വിളക്കുകളിൽ നമ്മളെടുത്തില്ല, അത് കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയാലും ഒരു ഉപദേശം. അച്ഛൻ്റെ ഉപദേശം ഇങ്ങനെയാണ്: എൻ്റെ എല്ലാം കാലത്ത് 5-6 കിലോമീറ്റർ നടന്നിട്ട് ഒരു ട്രൗസർ ഇട്ടിട്ട് തിന്നുവാനൊന്നും ഇല്ലാഞ്ഞിട്ട്, നിങ്ങളോട് പറയലില്ലേ? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്? ഇറ്റേക്ക് ഇഷ്ടമല്ല, എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. നിങ്ങൾക്കോ? ഞാൻ അവസാനം 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ എൻ്റെ അച്ഛനോട് ചോദിച്ചല്ല, ചെങ്ങളെന്ത് ഭക്താനീ പറയുന്നത്? സൈക്കിളും വന്ന് വീണ് കിടക്കുന്നതിനോട് നിങ്ങൾ ഉപദേശം പറയണ്ട. എണീറ്റിട്ട് അവൻ്റെ കാലം വന്ന് ചോര പറ്റും ഉപ്പ് വന്നല്ലാണ്ട് അത് പോട്ടെ. ഞാൻ പറഞ്ഞ അതെല്ലാം ഞാൻ സഹിച്ചാ. അച്ഛൻ 6 കിലോമീറ്റർ നടന്നത്, അന്ന് ബസ്സില്ലായിരുന്നു, അന്ന് ജീപ്പില്ലായിരുന്നു. അച്ഛന് പഠിക്കുവാൻ മുട്ടിയോണ്ട് അച്ഛൻ പുറമേരി വരെ നടന്നത്. വളരെ നല്ലത്. അച്ഛൻ 6 കിലോമീറ്റർ നടന്നോണ്ട് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഇറങ്ങിയാൽ മേനക ബസ് കിട്ടും. ഓർക്കാട്ടെ ഹൈസ്കൂളിൽ പോയി 25 ചോദിച്ചു കൊടുത്താൽ ആടെ ഇറങ്ങാം. അച്ഛൻ അന്ന് ബസ്സില്ലാത്തത് കൊണ്ട് 6 കിലോമീറ്റർ നടന്നുകൊണ്ട് ഞാൻ മേനകേൻ്റെ പയ്യനെ നടക്കേണ്ട ആവശ്യമുണ്ടാ? ഉണ്ടാ? ഇല്ല. അച്ഛൻ്റെ ട്രൗസറിൻ്റെ കഥ. അച്ഛൻ്റെ അച്ഛൻ നിങ്ങൾക്ക് ഒരു ട്രൗസറെ വാങ്ങി തന്നിക്കുള്ളൂ, നിങ്ങൾ എനിക്ക് 10 ട്രൗസർ വാങ്ങി തന്നു. എന്നിട്ട് ഒരു ട്രൗസറിൻ്റെ കണക്ക് നിങ്ങൾ എങ്ങനെയാണ് എന്നോട് പറയുന്നത്? ഒന്നുകിൽ എൻ്റെ 9 ട്രൗസർ നിങ്ങൾ കത്തിക്കണം, ഇല്ലെങ്കിൽ ട്രൗസറിൻ്റെ കണക്ക് പറയരുത്. ശരിയാണോ? തിന്നേ രാവിലെ തൊട്ടിട്ട് എന്നെ തീറ്റിക്കുക, തിന്നോ തിന്നോ എന്ന് പറഞ്ഞിട്ട് പരീക്ഷ തോറ്റ ആ തിന്ന കണക്ക് പറയുക. ഇത് ന്യായമാണോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞാറോ, ഇന്നേക്കാളും നല്ലതൊരു വാഴ വെക്കുന്നതിനൊന്ന്. പിന്നെ എങ്ങനെയാണ് നമ്മൾ അതെല്ലാം സഹിച്ചുകൊണ്ട് തന്നെ നമ്മളിവിടെ വളർന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ മൈക്കൊക്കെ പുറകിൽ ഇരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ കസേരയിൽ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നത്. വേണ്ടതും വേണ്ടാത്തതും ഒക്കെ കേട്ട് ശീലിച്ചത് കൊണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ സൂക്ഷിച്ചോ. മക്കളുടെ പ്രത്യേകത അത്. 4ാമത്തെ പ്രത്യേകത എന്നറിയോ? ഈറ്റകൾ വിചാരിക്കുന്ന ഈറ്റകളാ ശരിയെന്ന്, ബാക്കി എല്ലാവരും പൊട്ടന്മാർ. ഈ ഉമ്മമാരോട് ഈറ്റകൾ പറയും, ഉമ്മ എന്തെങ്കിലും ഉപദേശിച്ച് നോക്കും, ഉമ്മ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, ഇങ്ങനെ പറയും ഈറ്റകൾ. ഈറ്റകളാ പോലും ശരി, നമ്മളെല്ലാം പൊട്ടന്മാറാ പോലും. ശരിയാണോ തെറ്റാണോ? എന്തുകൊണ്ടാ? അതുകൊണ്ടാണ് ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ നിയമം പറഞ്ഞത് 18 വയസ്സ് വരെയുള്ള കുട്ടികളെ നിയന്ത്രിക്കാൻ, ശാസിക്കാൻ, അവരെ തിരുത്തുവാനുള്ള ശക്തിയും നട്ടെല്ലുമുള്ള ബാപ്പയും ഉമ്മയും ഇവിടെ ഉണ്ടാവണം. കുട്ടികൾ ഇങ്ങനെ തെറ്റുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് തിരുത്താൻ ആർക്ക് കഴിയണം? കുട്ടികൾ പറയുന്ന എല്ലാം മണ്ടത്തരങ്ങളായിരിക്കും. അത് തിരുത്താൻ എന്ത് കഴിയണം? കുട്ടികൾ പറയുന്നതൊക്കെ, അവർക്കിപ്പോൾ ഒരു വീട്ടിലൊരു കാറ് വാങ്ങുമ്പോൾ നമ്മളെക്കാളും നല്ലോണം കാറിനെ കുറിച്ച് അറിയുന്ന കുട്ടികളാണ്. അവരെ കേൾക്കാനുള്ള സന്മനസ്സുകൾ കാണിക്കണം. അല്ലാണ്ട് നിങ്ങളെ പണ്ടത്തെ ട്രൗസറിൻ്റെ കണക്കല്ല ഐറ്റുകളോട് പറയേണ്ടത്. വീട്ടിൽ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മമാറും വീട്ടിൽ തടഞ്ഞു നിർത്തി പരീക്ഷൻ്റെ മാർക്കല്ല ഐറ്റുകളോട് ചോദിക്കേണ്ടത്. എനിക്ക് എത്ര കിട്ടി, മറ്റേ അങ്ങോട്ടല്ല മുഹമ്മദിന് എത്ര കിട്ടി, എനിക്ക് റാങ്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈറ്റുകൾ പിന്നെയും തകർന്നു പോകും. ആ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കുക, നാട്ടിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അങ്ങനെ കുട്ടിയെ നമ്മളെ വീട്ടിലുള്ള ഒരു കുട്ടിയായിട്ട് പോറ്റുക. അങ്ങനെ പോറ്റിയാൽ ഈ കുട്ടികൾ നിങ്ങളോട് ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായല്ലോ? അത് തന്നെ നമ്മളെ കാരണവന്മാർ പറഞ്ഞത്, ചൊട്ടയിലെ ശീലം ചൊടല വരെ. അത് തന്നെ നമ്മളെ പൂർവികന്മാർ പറഞ്ഞത്, ചൊല്ലിക്കൊട്, നുള്ളിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കളാന്ന്. ചൊല്ലിക്കൊടുക്കണം, തല്ലിക്കൊടുക്കണം, നുള്ളിക്കൊടുക്കണം, എന്നിട്ടും തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഉപേക്ഷിച്ചാളാം. അത്രയും അവസരം കുട്ടിക്ക് കൊടുക്കണം. നിങ്ങൾ ആരെങ്കിലും കൊടുത്തോ കുട്ടിക്ക്? അതുകൊണ്ട് തന്നെയാണ് നമ്മളെ മുഹമ്മദ് നബി പറഞ്ഞത്, എൻ്റെ മകൾ ഫാത്തിമയാണ് കുറ്റം ചെയ്തതെങ്കിലും അവളുടെ കൈ വെട്ടുക തന്നെ വേണം, എന്നാലേ നാടിന് മനസ്സിലാവൂ ഈ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. ശരിയാണോ? അങ്ങനെ കുറ്റങ്ങളും കുറവുകളും പഠിപ്പിച്ച് പോറ്റിയാൽ നിങ്ങളെ മക്കൾ ഈ ലോകത്ത് എവിടെയും പോവില്ല. യെസ്, എൻ്റെ അടുത്ത ചോദ്യം എന്താ അറിയോ? നമ്മളെ വിഷയത്തിലേക്ക് 2 പോയിന്റ് കൂടി പറയുമ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോയെന്നാണ് ഞാൻ ചോദിച്ചത്. യെസ് ഓർ നോ എന്ന് മാത്രം കേട്ടാൽ മതി. എനിക്ക് നോ. നിങ്ങൾ ഉണ്ടോന്നുമില്ല? ഒന്നും കൂടി ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ? വെരി ഗുഡ്. ഈറ്റേക്ക് പേടിയായി ഏട്ടാ. നിങ്ങൾ പറയൂല, എന്താണെന്നറിയോ?
ഇങ്ങനൊരു സംശയം. പിന്നെ കുറച്ചാളുണ്ട് എൻ്റെ മഹലിൽ വന്നിട്ട് എന്നോട് ചോദ്യം ചോദിക്കുക, ഞാൻ പറഞ്ഞ തന്നെ. അങ്ങനെ ഒരാൾ കുറച്ചാൾ ഇരിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാനുള്ള ചങ്കൂറ്റമില്ലാത്ത വിഭാഗം മലയാളികളാണ്. കുട്ടികളെ പഠിക്കണം. കുട്ടികളെ ശരീരത്തിൽ ആരെങ്കിലും തൊടുമ്പോൾ നോ എന്ന് പറയാനുള്ള ചങ്കൂറ്റം കുട്ടികളിൽ ഉണ്ടാവണമെങ്കിൽ കുട്ടിയെ ചെറുപ്പത്തിൽ തന്നെ നോ എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. വേണ്ടേ? അത് പഠിപ്പിക്കാത്തടത്തോളം കാലം നിങ്ങളിങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ കുറ്റി ഇരിക്കുന്ന പോലെ ഇരുന്ന ഐറ്റികളും അങ്ങനെ തന്നെ ഇരിക്കും. ഈ കുട്ടികളെ കള്ളത്തരം പഠിപ്പിച്ചാരാന്നറിയോ? കള്ളത്തരം പഠിപ്പിച്ചാരാ? ബാപ്പ. വീട്ടിൽ പിരിവുകാർ വരുമ്പോൾ ബാപ്പ കട്ടിൻ്റെ അടിയിൽ ഒളിച്ചിട്ട് പറഞ്ഞു ഇല്ലാന്ന് പറ. ചൊട്ടയിലെ ശീലം. ഈ കുട്ടി ബാപ്പ കട്ടിൻ്റെ അടിയിലുള്ള ബാപ്പേനെ നോക്കിയിട്ട് പറയാ ഇല്ല ഇല്ല. ഈലും വലിയൊരു കള്ളത്തരങ്ങൾ എന്താ പഠിപ്പിക്കേണ്ടത്? പിന്നെ എന്ത് കള്ളത്തരം പറയുന്നതിന് കുട്ടിക്ക് എന്താ പേടി? അതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പം ഇന്ന് തൊട്ട് മക്കളെ മുമ്പിൽ അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം. ഉമ്മ മൊബൈൽ ഫോണിൽ തോണ്ടി മാന്തി 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 ഇഞ്ഞി തോണ്ടരെന്ന് പറഞ്ഞാൽ കുട്ടി തോണ്ടാണ്ടിക്കുവോ? ആദ്യം തോണ്ടാണ്ടിരിക്കേണ്ടത് ഉമ്മയാ. ടി വി കണ്ടിട്ട് ഇഞ്ഞി കാണറ് ഇഞ്ഞി പഠിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടി പഠിക്കുവോ? ഇല്ല. അതുകൊണ്ട് എല്ലാത്തിനും മാതൃകയാവേണ്ടത് ആരാ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രക്ഷകർത്താക്കൾ. ജീവിതമാണ് ലഹരി, ജീവിതം ആകണം ലഹരി. കുട്ടികൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ തോന്നണം. ഈ മഹലിന്റെ നിയമങ്ങളനുസരിച്ച് വളരാൻ തോന്നണം. ബാപ്പയെയും ഉമ്മയെയും സ്നേഹിച്ച് ജീവിക്കാനുള്ള കൊതി ഈ മക്കളിൽ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്കും എനിക്കും കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നം സോൾവ് ആവൂ. അപ്പം ഇവിടുത്തെ ഈ ലഹരിക്ക് അടിമപ്പെടുന്നതിന് ആരാ കാരണം? മക്കളുടെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനം പിടിപ്പിക്കാൻ പറ്റിയില്ല. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ പറഞ്ഞ ലഹരി ഉണ്ടല്ലോ, സിഗരറ്റ്. നമുക്ക് സിഗരറ്റ് എടുക്കാം. മനുഷ്യൻ സിഗരറ്റ് വലിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കുക? ആര്? നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ടില്ല? ഇത്രയും നല്ലൊരു നാട് ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. സിഗരറ്റ് കണ്ടിട്ടുണ്ടോ? വെള്ള സാധനോ? അത് ശരി. നിങ്ങൾ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്ന, വേറെ ആരെങ്കിലും വലിക്കുന്ന കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും? എന്നാ ഒരു കാര്യം ഉറപ്പിച്ചോ, നിങ്ങളെ ഹൃദയമില്ലേ ഇരുമ്പൊലൊക്കെ കൊണ്ടുണ്ടാക്കിയതാണ്. മനുഷ്യ ഹൃദയമുള്ള ഒരു മനുഷ്യ ജന്മങ്ങൾക്കും മറ്റൊരുത്തൻ സിഗരറ്റ് വലിക്കുന്നതും കള്ളു കുടിക്കുന്നതും കഞ്ചാവ് വലിക്കുന്നതും പാൻഡ്രാഗ് വലിക്കുന്നതും ഒക്കെ നോക്കി നിൽക്കാൻ പറ്റൂല. തിരിച്ചറിവുള്ള ഒരു മനുഷ്യനും സാധ്യമല്ലത്. എന്താണെന്നറിയോ? ഈ സിഗരറ്റിന് വെള്ള കളറാണെങ്കിലും ആള് ഭീകരനാ. പണ്ടൊക്കെ മലയാളത്തിലൊരു തമാശ ഉണ്ടായിരുന്നു, ഞാനാ വലിക്കുന്നതെങ്കിൽ മൂപ്പർക്കാവൂല 60%. അടുത്തിരിക്കുന്നതിന് സംഭാവന നൽകുന്ന ഒരു സാധനമാണ് സിഗരറ്റ്. ശരിയല്ലേ? അതുകൊണ്ട് ഇന്നു മുതൽ സൂക്ഷിച്ചോ. സിഗരറ്റ് വലിക്കുന്നവനെ കണ്ടാൽ നിങ്ങൾ എന്താ ആദ്യം വിചാരിക്കേണ്ടതെന്നറിയോ? സിഗരറ്റ് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് ആദ്യം പഠിക്കണം. ക്യാൻസർ 100% ഉറപ്പാ സിഗരറ്റ് വലിച്ചാൽ. അറിയുള്ളൂ. സ്ട്രോക്ക് 150% ഉറപ്പാ. ശ്വാസകോശത്തിന് കേട് ഉറപ്പ്. എഴുതി ഒപ്പിട്ടരാ ഞാൻ. അങ്ങനെ നിങ്ങളെ ബാപ്പ സിഗരറ്റ് വലിക്കുമ്പോൾ നിങ്ങളെ ബാപ്പ ക്യാൻസർ വന്ന് നശിച്ചു പോകുമെന്നുള്ള ബോധമുള്ള നിങ്ങൾക്ക് ബാപ്പേനെ സിഗരറ്റ് വലിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ ആരെങ്കിലും സിഗരറ്റ് വലിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മളെ വീട്ടിൽ നിന്ന്, അതുകൊണ്ടാണ് പറയാം, വീട്ടിൽ നിന്ന് തുടങ്ങണം. വീട്ടിൽ നിന്ന് ഈ സിഗരറ്റിനെ തൂത്തെറിയാൻ നമുക്ക് പറ്റണം. കള്ളിനെ തൂത്തെറിയാൻ കഴിയണം. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം. ഈ സിഗരറ്റിൻ്റെ ഉള്ളിൽ 78 രാസവസ്തുക്കളുണ്ട്. നിക്കോട്ടിൻ ഉൾപ്പെടെ 72 രാസവസ്തുക്കളും ക്യാൻസർ വരാൻ കാരണമാവുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ എങ്ങനെ മരിക്കുന്നത്? ജനിച്ചാൽ എന്തായാലും മരിക്കും, അത് വേറെ വിഷയം. അതിനപ്പുറത്തേക്ക് മരിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് സ്ട്രോക്ക് വന്നിട്ടാണ്. ലോകത്ത് 1-ാം നമ്പർ മരണത്തിന് കാരണം സ്ട്രോക്കാണ്. 2-ാമത്തെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നം, 3-ാമത്തത് ഹാർട്ട് അറ്റാക്ക്, 4-ാമത്തത് അൽഷിമേഴ്സ് പോലുള്ള അങ്ങനത്തെ സൂക്കുകൾ. അങ്ങനെ ഭീകരം 10-ാം സ്ഥാനമാണ് ആക്സിഡൻറ്റിനുള്ളത്. അപ്പം നിങ്ങൾ ആലോചിച്ചത്, ഈ ബാപ്പ സിഗരറ്റ് വലിക്കുമ്പോൾ ചങ്ങായി ക്യാൻസർ വന്നിട്ട് സ്ട്രോക്ക് വന്നിട്ട് മരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു? നിങ്ങൾ ഇനി നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു ബാപ്പ വലിക്കരുത് ചത്തു എന്ന് പറഞ്ഞു. നിങ്ങൾ ബാപ്പ പറയാന്നറിയോ? അങ്ങോട്ടല്ല, രാജൻ എത്ര കൊല്ലായിടെ വലിക്കുന്നു, ഓ മരിച്ചാ. അന്ത്രു വലിച്ച് തുപ്പിയില്ലേ, എന്നിട്ട് ഓ മരിച്ചാ. അന്ത്രുവും രാജനും മരിക്കൂല അന്ന്. അയാൾ ജീവിച്ച സാഹചര്യം അങ്ങനെയാ. അയാൾ മുതിര തിന്നിട്ടാ ജീവിച്ചത്, അയാൾ മുത്താറി തിന്നിട്ടാ ജീവിച്ചത്, അദ്ദേഹം ദിവസവും അധ്വാനിച്ചിട്ടാ ജീവിച്ചത്. അവിടെ ഒരു പുകയിലെയും ആ മനുഷ്യനെ തോൽപ്പിക്കാനൊന്നും പറ്റൂല.
പക്ഷെ നമ്മൾ ഇന്ന് തിന്നുന്ന കുഴിമന്തിയാണ്, ഷവർമയാണ്, ചിരിക്കുന്ന കോഴിയാണ്, പെപ്സിയിലാണ്ട് തിന്നാൻ പറ്റൂല. അങ്ങനെ പെപ്സിയും കോളയും ഈ കുഴിമന്തിയും എല്ലാം മന്തിയും തിന്നു, ലേസ് എന്തായാലും തിന്നണം. ഇതെല്ലാം തിന്ന് ജീവിക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് പുകവലിയും കൂടി ചെല്ലുമ്പോൾ 150% ക്യാൻസറിന് സാധ്യതയുണ്ട്. ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. പക്ഷെ ഇന്നും നാളെയും വരില്ല. 14 കൊല്ലം കാത്തിരിക്കണം. അതായത് നിങ്ങൾക്ക് ഈ 28 വയസ്സാകുമ്പോഴേക്ക് ബാപ്പ തകർന്നു, നിങ്ങളെ ശമ്പളം മുഴുവൻ ബാപ്പക്ക് കൊടുക്കേണ്ടി വരും. പറ്റുമോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഇന്ന് മുതൽ വീട്ടിൽ നിന്ന് തുടങ്ങണം ഇത് ഉപേക്ഷിക്കാൻ. അപ്പോൾ സംഭവം മനസ്സിലായി നിങ്ങൾക്ക്? ഇനി പോട്ടെ, എന്തുകൊണ്ടാണ് സിഗരറ്റ് വലിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കണ്ട. ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് സിഗരറ്റ് വലിക്കുന്നത്? എന്തുകൊണ്ടാണ്? കുടുംബത്തിനേക്കാളും ഭീകരനായ, അത് ക്യാൻസർ വരുമെന്ന് ഉറപ്പുള്ള സാധനം കുട്ടി വലിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് സിഗരറ്റ് വലിക്കുന്ന കാരണം നോക്കിയാൽ മാത്രം മതി. സിഗരറ്റ് വലിക്കുന്ന 4 കാരണം പറ. എപ്പോഴാണ് ഒരു മനുഷ്യൻ സിഗരറ്റ് വലിക്കുക? നിങ്ങളൊന്ന് വേം പറ. ടെൻഷൻ. എൻ്റെ പടച്ചോനെ, ചൊട്ടയിലെ ശീലോ ചുടലറി പിള്ളേർ കേട്ട് കേട്ടാ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ചെക്കൻ പരീക്ഷയെ തോറ്റിട്ട് ടെൻഷനാകുമ്പോൾ അവൻ പറയും, നമ്മളെ അന്നത്തെ മുസാൽ ബഖായിൽ പറഞ്ഞില്ലല്ലോ, ആ ഏട്ടൻ പറഞ്ഞിക്കല്ലോ ടെൻഷൻ വരുമ്പോൾ എന്തോ വലിക്കുന്നു. അതേതാ? അതുകൊണ്ട് കൊന്നാലും പറയണ്ട കേട്ടോ. പക്ഷേ എടാ, അത് വെറുതെ പറഞ്ഞ കേട്ടോ, ടെൻഷൻ വരുമ്പോൾ വലിക്കേണ്ട സാധനമല്ല കേട്ടോ, ഇത് കത്ത് പണ്ടാരടങ്ങിപ്പോവും. അതുകൊണ്ട് സൂക്ഷിച്ചോ. സിഗരറ്റ് വലിക്കുന്ന മൂപ്പർ പറഞ്ഞാൽ റെഡിയാണ്. സിഗരറ്റ് വലിക്കുന്നവരോട് പറഞ്ഞാൽ ഓല് പറയാം എന്താണെന്നറിയോ? സന്തോഷം വന്ന് വെറുതെ ഇരിക്കുമ്പോൾ സിഗരറ്റ് വലിക്കുമ്പോഴും, സങ്കടം വന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ സിഗരറ്റ് വലിക്കുമ്പോഴും. ശരിയാണോ തെറ്റാണോ? പിന്നെ എപ്പോഴാണ് സിഗരറ്റ് വലിക്കുക? പറഞ്ഞോ? ബോറടിക്കുമ്പോ അല്ലേ? കേട്ടില്ല നിങ്ങൾ? ബോറടിച്ച് വെറുതെ ഇരിക്കുമ്പോൾ പോലും വലിക്കുക. എന്നെക്കാളും കെങ്കേമനാട്ടോ, ഞാൻ ഇത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ എപ്പോൾ വലിക്കുക? വേഗം പറഞ്ഞോളീ. ഇറ്റേക്ക് ഒടുക്കത്തെ ബുദ്ധിയാണ് നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ? നിങ്ങളെക്കാളും ഭയങ്കരമായിട്ട് നിങ്ങളിപ്പോൾ ആലോചിക്കുക എപ്പോഴാണ് സിഗരറ്റ് വലിക്കുക, എങ്ങനെ ചിന്തിച്ച് വലിക്കുമ്പോൾ ഐറ്റയുടെ മറുപടി പറയുന്നത്. ഭക്ഷണം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോൾ സിഗരറ്റ് വലിക്കാറുണ്ടോ? അത് ശരി, നിങ്ങൾക്ക് എല്ലാം അറിയാം. അപ്പോൾ നിങ്ങളിപ്പം പറഞ്ഞ എന്തല്ല, സന്തോഷം വന്ന് വെറുതെ ഇരിക്കുമ്പോൾ, സങ്കടം വന്ന് വെറുതെ ഇരിക്കുമ്പോൾ, ഭക്ഷണം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോൾ. ഒരു കാരണം കൂടി പറ. ബോറടിക്കും. പിന്നെ ഒരു കാരണം കൂടി പറ. ബാത്റൂം എന്നൊന്നും പറയണ്ട കേട്ടോ. സിഗരറ്റ് കക്കൂസ് എന്ന് കഴിച്ചാൽ മതി. ബാത്റൂം കക്കൂസ് പോയിട്ട് വെറുതെ ഇരിക്കുമ്പോഴാണ് സിഗരറ്റ് വലിക്കുക. ശരിയാണോ തെറ്റാണോ? ശരി, അത് ശരി. അപ്പോൾ എല്ലാ ഉത്തരവും നിങ്ങൾക്ക് അറിയാം. മനുഷ്യൻ സിഗരറ്റ് വലിക്കുന്നത് കക്കൂസ് പോയിട്ട് വെറുതെ ഇരിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ച് വെറുതെ ഇരിക്കുമ്പോൾ, ബോറടിച്ച് വെറുതെ ഇരിക്കുമ്പോൾ, സന്തോഷം പറഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ, സങ്കടം വന്ന് വെറുതെ ഇരിക്കുമ്പോഴാണെന്നാണ് നിങ്ങൾ ഉത്തരമെങ്കിൽ ഒരു മനുഷ്യൻ സിഗരറ്റ് വലിക്കുന്ന എപ്പാ? വെറുതെ ഇരിക്കുമ്പോൾ. ഉത്തരം കിട്ടിയ നിങ്ങൾക്ക്? എപ്പോഴാണ് മൊബൈൽ ഫോണിൽ തോണ്ടി മരിക്കുന്നത്? പറഞ്ഞോളി. വെറുതെ ഇരിക്കുമ്പോൾ. സീരിയൽ കണ്ട് മരിക്കുന്നത് എപ്പോഴാണ്? അത് ശരി. അപ്പൊ ഈ ലോകത്ത് സിഗരറ്റാണോ പ്രശ്നം? മൊബൈൽ ഫോണാണോ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം മനുഷ്യന്മാർ വെറുതെ ഇരിക്കുന്നതാണ്. ശരിയാണോ തെറ്റാണോ? വെറുതെ ഇരിക്കുന്ന ജന്മങ്ങളിലേക്കാണ് വേറെന്തെങ്കിലും വേണ്ടാത്ത ചിന്തകൾ കടന്നു വരുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഈ മഹൽ എന്താ ചെയ്യേണ്ടത്? ഈ 18 വയസ്സ് വരെയുള്ള അന്തം വിട്ട കുട്ടികളെ വെറുതെ ഇരിപ്പിക്കാൻ സമ്മതിക്കരുത്. അതിനിപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ പഠിക്കാൻ ഐറ്റക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞല്ലോ. പഠിപ്പെന്തായാലും ലഹരിയാവാം, ഐറ്റക്ക് പറ്റൂല. പിന്നെ നമ്മളെന്താ ചെയ്യുക? ഐറ്റക്ക് ഇഷ്ടമുള്ള കളി കളിക്കാനുള്ള അവസരം ഉണ്ടായി കൊടുക്കുക. ഈ ചൊക്ലിയുടെ മണ്ണിൽ കളിക്കളങ്ങൾ സൃഷ്ടിക്കുക. നാദാപുരത്തിന്റെ മണ്ണിൽ കലാപമുണ്ടായപ്പോൾ ഒരു ശാസ്ത്രീയ സംഘം പഠിച്ചിരുന്നു. എപ്പോഴാ നാദാപുരത്ത് രാഷ്ട്രീയ സംഘടന ഉണ്ടായത്? നാദാപുരത്തിന്റെ മണ്ണിൽ നിന്ന് വോളിബോൾ കളങ്ങൾ അപ്രത്യക്ഷമായപ്പോഴാണ് അവിടെ രാഷ്ട്രീയ സംഘടന ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കണം നമ്മളെ കളിക്കളങ്ങളെ. ഈ മഹല് ഈ മക്കൾക്ക് വേണ്ടി ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു സാധന. കോടിക്കണക്കിന് രൂപേൻ്റെ മതിലെടുക്കുന്ന ഒരു മനുഷ്യന് ഈ സമൂഹത്തിന്റെ ഭാവി തലമുറക്ക് വേണ്ടി ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പ്രശ്നമുണ്ടോ? ആ മക്കൾ അവിടെ കളിച്ച് തളരട്ടെ. അങ്ങനെ കളിച്ച് തകർന്ന ഒരു കുട്ടി വീട്ടിലേക്ക് വരുമ്പോൾ ഇല്ലേ, ആ കുട്ടിക്ക് പച്ചവെള്ളത്ത് കുളിക്കുകയും കൂടി ചെയ്താൽ കുറേ ഭക്ഷണം കഴിച്ച ഏടെങ്കിലും കിടന്നങ്ങ് ഉറങ്ങിപ്പോവും. ഉറങ്ങുന്ന ഒരു കുട്ടിയും ലഹരിക്ക് അടിമപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ നാട്ടിലൊരു പ്രത്യേകത കണ്ടിക്കണ്ട. പാലാപ്പള്ളി തിരുപ്പള്ളി എന്നുള്ളൊരു പാട്ടിട്ടാൽ എല്ലാവരും എണീറ്റ് തുള്ളും.
ബാപ്പയും തുള്ളു, ഉപ്പാപ്പയും തുള്ളു, 3 വയസ്സുകാരനും തുള്ളു, എല്ലാവരും തുള്ളു. അതേ തുള്ളുന്നേ. നമ്മളെന്താ പണ്ട് തുള്ളാതിരുന്നത്? നമ്മൾ തുള്ളാതിരുന്നത് 4 മണി തൊട്ടിട്ട് 6 മണി വരെ മരണക്കളിയും കളിച്ചിട്ടാണ് കല്യാണ വീട്ടിൽ വരിക. ഏടെന്നെങ്കിലും എന്തെങ്കിലും തിന്നിട്ട് എവിടെയെങ്കിലും കിടക്കുക എന്നുള്ള നമ്മളെ ഊർജ്ജം മുഴുവൻ കളിക്കളത്തിൽ നഷ്ടപ്പെടുത്തി. പുതിയ തലമുറയുടെ ഊർജ്ജം എവിടെയും നഷ്ടപ്പെടാത്തത് കൊണ്ട് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഒരു തുള്ളി മരിക്കും. ആ തുള്ളാട്ടം ലഹരിയുടെ പശ്ചാത്തലത്തിലായിരിക്കും. അതാ വിഷയം. അപ്പൊ ഇവിടെ തുള്ളാട്ടല്ല വിഷയം. അവിടെയും വിഷയം എന്താ? വെറുതെ ഇരിക്കുന്ന കൊഴുപ്പ് നിറഞ്ഞ ശരീരമാണ് വിഷയം. ആ കൊഴുപ്പിനെ നമുക്ക് തകർക്കണം. ആ കൊഴുപ്പിനെ തകർക്കാത്തിടത്തോളം കാലം അതിനെന്ത് ചെയ്യണം? ഇവിടെ വോളിബോൾ കോച്ചിങ്ങും ഫുട്ബോൾ കോച്ചിങ്ങും തുടങ്ങണം. ഞാൻ ഇത്ര പോയത്താൻ മനസ്സിലായിട്ടില്ലേ? ഞാൻ രാവിലെ 5:45 എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ വടകരയുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഷട്ടിൽ കളിക്കാൻ പോകും. എനിക്ക് കളിക്കുവാനാവില്ല, എന്നാലും ഞാൻ കളിക്കും. അവിടെ പോയി കച്ചറുണ്ടാക്കണം. എനിക്ക് ഔട്ട് റൈറ്റ് വിളിക്കുക, നെറ്റമ്മൽ വീണിട്ട് മരിക്കുക, കളി മുടക്കുക. എന്തൊരു രസമാണെന്നറിയാം. മറ്റൊന്നിങ്ങനെ അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്കില്ലേ എല്ലാ സങ്കടവും മാറുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ അവിടെ 5 വയസ്സ് മുതൽ 20 വയസ്സുള്ള മനുഷ്യ കുട്ടികൾ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് 6 മണിക്ക്. ആ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഇല്ലേ, ഓർക്ക് കളിയെക്കുറിച്ച് മാത്രം ചിന്ത. ഓർക്ക് മൊബൈൽ ഫോൺ വേണ്ട. ഓർക്ക് കളിക്കണം, ജയിക്കണം, രാജ്യത്തിന് വേണ്ടി കളിക്കണം എന്നുള്ള ആശ. അതിനുള്ള 4ാം ക്ലാസ്സിലെ ചെക്കൻ എന്നോട് പറയാം, നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഓൻ്റെ 7 അയലത്ത് ഞാൻ എത്തൂല, ഞാൻ ആയിട്ടില്ല, ഇനി അയക്കില്ല എന്ന്. ഓൻ ഞാൻ അയക്കുന്നു. അവന് നോക്കട്ടെ, ഞാൻ നോക്കുന്നതിനാണ് ഓൻ്റെ കൂടി ഞാൻ തോക്കും. അത്രയേറെ കമ്മിറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട് ഇവരിലെടുക്കും. ആ കുട്ടികൾ വൈകുന്നേരം വന്ന പാലാപ്പള്ളി തിരുപ്പള്ളിക്ക് പോലും പാട്ടോടാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ കുട്ടികൾക്ക് എനർജി ലോസായി പോകുന്നുണ്ട്. പഠിക്കലല്ല വിഷയം, A+ അല്ല വിഷയം. ആരോഗ്യമുള്ള കുട്ടിയെ സൃഷ്ടിക്കലാണ് നിങ്ങളും ഞാനും ചെയ്യേണ്ടത്. അതുകൊണ്ട് മക്കളെ 4 മണി മുതൽ 6:30 മണി വരെ കളിക്കാൻ അനുവദിക്കണം. അതിലേക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കണം. സൈക്കിൾ നിന്ന് ചവിട്ടട്ടെ, 3-4 ആളെ എടുത്തിട്ട് പറക്കട്ടെ ചൊക്കിളി കൂടി. ഉരുണ്ട് വീണാലും കാലിൻ്റെ മുട്ട് പൊട്ടുന്നുള്ളൂ. ബൈക്ക് കൊടുത്തിക്കണ്ട ചത്ത് പണ്ടാരടങ്ങി പോയിട്ടുള്ളൂ. അതുകൊണ്ട് മക്കളെ ആ കായികാധ്വാനത്തിൽ നിങ്ങൾ വെറുതെ ഇരിപ്പിക്കാത്തൊരു മനസ്സുള്ളത് കൊണ്ട് നിങ്ങൾ കസേരമേൽ ഇരിക്കും. നമുക്ക് ക്ലാസ് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ എന്തുകൊണ്ടായി കസേരമേൽ ഇരിപ്പിച്ചെന്ന് ഇവിടെ ഈ മൈക്കിക്ക് പുറകിലിരിക്കുന്നതെന്നറിയോ? ഒരു ലഹരിക്കും ഒരു തോന്നിയാസത്തിനും അടിമപ്പെടാതെ ഇവിടം വരെ എത്തിയെന്തുണ്ടോയെന്നറിയോ? എൻ്റെ അച്ഛൻ കാരണമാണ്. എൻ്റെ അച്ഛൻ നോക്കുമ്പോൾ എന്നെ വെറുതെ ഇരിപ്പിച്ചിട്ടില്ല. അറിയോ നിങ്ങൾ? ഇപ്പം എനിക്ക് തിരിയുന്നേ തന്ത്രപൂർവ്വം ചങ്ങായില്ലേ നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ച്. രാവിലെ എണീറ്റെടുത്ത് എൻ്റെ അച്ഛൻ പറഞ്ഞൊരു വർത്താനുണ്ട്, ആ തെങ്ങിന് പോയിട്ട് മൂത്രമൊഴിക്കടാ. ഞാൻ ഇല്ലേ മൂത്രമൊഴിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എഞ്ചിനി എനിക്ക് പിന്നെ കുണം കിട്ടുന്ന എന്നോട് അന്ന് പറഞ്ഞ അച്ഛൻ. ശരിയാട്ടോ. ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇല്ലേ ഞാൻ മൂത്രമൊഴിച്ച തെങ്ങുങ്ങൾ കാണണോ? അയിമെന്ന എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ തേങ്ങ കിട്ടുന്നത്. എൻ്റെ അച്ഛനോട് എനിക്ക് നന്ദിയില്ല. ഇപ്പോൾ പണ്ട് ഞാൻ ശപിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം ഞാൻ വിചാരിക്കുന്നത് അച്ഛനാ ശരിയെന്ന്. കറക്റ്റാണോ? അതുകൊണ്ട് തന്നെ എൻ്റെ 3ാം ക്ലാസ്സുകാരനെയും 6ാം ക്ലാസ്സുകാരനെയും 2 തെങ്ങിൻ്റെ ചോട്ടിൽ ഞാൻ വിടും. ഒരിക്കട അയിമ പോയിട്ട് എനിക്ക് കുണം കിട്ടുന്നു. കാരണം ഐറ്റുകൾ വലുതാവുമ്പോൾ ആ തെങ്ങുമ്മൽ കുറേ തേങ്ങ കാണുമ്പോൾ ഐറ്റുകൾ എന്നെ ഓർമ്മിക്കും, പൊട്ടനാണെങ്കിലും നല്ലവനായിരുന്നു അച്ഛൻ എന്ന് പറയും ഐറ്റുകൾ. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് നമ്മളെ മക്കൾ അത് കഴിഞ്ഞ് വന്നാൽ പറയും പശുവിന് പുല്ലിട്ട് കൊടുക്ക്, പുല്ലിട്ട് കൊടുത്താൽ പറയും പാല് വാങ്ങിയിട്ട് വാ, പാല് വാങ്ങിയിട്ട് വന്നാൽ പറയും പീടിയെ പോട്. ഇങ്ങനെ നിരന്തരം നമ്മളെ ഓടിക്കുക എൻ്റെ അച്ഛൻ. നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ മുഹമ്മദ് എൻ്റെ വീടിൻ്റെ അപ്പുറത്തുനിന്ന് പരക്കം പായുന്ന ഞാൻ കണ്ട്. അവൻ്റെ ബാപ്പ കെട്ടിയിട്ടിട്ട് അടിക്കും, എന്നെ കെട്ടിയിട്ടാണ്ട് അടിക്കും. എനിക്ക് നല്ല സമാധാനം. ഓനെ കെട്ടിയിട്ടിട്ടാണല്ലോ അടിക്കുന്നത്. ഓൻ വിചാരിച്ച് മറ്റോനും നല്ലോണം കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ 2 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും പദം പറഞ്ഞ് ജീവിച്ച്. ഞാൻ വിചാരിച്ച എൻ്റെ പെങ്ങൾക്ക് നല്ല സുഖമെന്നാണ്. പെങ്ങളെ നോക്കുമ്പോൾ കട്ടകാല അടുപ്പിൽ അമ്മ ഊതിപ്പിച്ച് കൊന്നോളാം. ഓള് വിറക് പെറുക്കിയും പശുവിനെ മാറ്റി കെട്ടിയും പുല്ല് പറിച്ചു ഓളെ ജീവിതം ഇങ്ങനെ പോയി. ഉച്ചക്ക് സമാധാനത്തോടു കൂടി എവിടെയെങ്കിലും കിടക്കാമെന്ന് വിചാരിച്ചെടുത്ത് എൻ്റെ അമ്മ തന്ത്രപൂർവ്വമില്ലേ എൻ്റെ പെങ്ങളെ അമ്മേൻ്റെ മടിയിൽ കിടത്തി. പെങ്ങളെ മടിയിൽ മരുവോള് ഇങ്ങനെ ലൈനായിട്ട് പെണ്ണുങ്ങൾ കിടന്ന് എന്നെ ഞാനതിൻ്റെ അടുത്ത് എന്തിനാണെന്നറിയോ? പേനെടുത്ത് ഇങ്ങനെ പറിച്ചിടുമ്പോൾ ഞാനാ കൊല്ലുക. അങ്ങനെ ഉച്ചക്ക് പോലും അമ്മേൻ്റെ കൺവെട്ടത്തുനിന്ന് മാറാൻ എൻ്റെ അമ്മയും എൻ്റെ മുഹമ്മദിൻ്റെ ഉമ്മയും സമ്മതിച്ചില്ല. വൈകുന്നേരം കളിക്കാൻ പോകുന്നതിനേക്കാളും മുമ്പ് അച്ഛൻ പറഞ്ഞു ആലയിലെ ചാണകം വരാണ്ട് ഇനി കളിക്കാൻ പോയില്ല. കളിക്കാൻ മുട്ടിയ ഞാൻ ആലയിലെ ചാണകമല്ല ആലെടുത്തിട്ട് അപ്പുറം പൊക്കുവായിരുന്നു. കളിയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. ശരിയാണോ തെറ്റാണോ? നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? അതുകൊണ്ട് തന്നെയാണ് ഈ കസേരയിൽ മാന്യമായിട്ട് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. വേണ്ടാത്ത ചിന്തകൾ നമ്മളെ മനസ്സിലേക്ക് വരാത്തത് അതുകൊണ്ടാണ്. കളിക്കളങ്ങളിൽ തോറ്റത് കൊണ്ട് നാളെ ജയിക്കണമെന്നുള്ള വാശിയും ഒക്കെ ഉണ്ടായി. ശരിയാണോ?
നമ്മൾക്ക് മനസ്സിലുള്ള വികാരങ്ങൾ മുഴുവൻ മറ്റു കൂട്ടുകാരോട് അടികൂടി തീർത്തു. നമ്മൾ കള്ളത്രം പറഞ്ഞു നമ്മൾ കളിക്കളത്തിൽ. അങ്ങനെ കളിക്കളത്തിൽ നിന്ന് നമ്മളെ ദേഷ്യങ്ങളും വിഷമങ്ങളും എല്ലാം പോയി സന്തോഷത്തിലൂടെ തിരിച്ചു വരുന്നൊരു ഒരു പ്രക്രിയയായി കളി മാറി. അതുകൊണ്ട് നമ്മൾ ഇവിടം വരെ എത്തി. അതുകൊണ്ട് നമ്മളെ മക്കളെ കളിപ്പിക്കേണ്ട നമ്മൾ പറഞ്ഞ മനസ്സിലായല്ലോ. അതുകൊണ്ട് നമ്മളെ മക്കളെ കളിക്കാൻ നിങ്ങൾ വൈകുന്ന, പക്ഷെ ആരുടെ കൂടെ കളിക്കുന്നതെന്ന് മാത്രം നിങ്ങൾ നിരീക്ഷിക്കണം. കൂട്ടുകാരെ ശ്രദ്ധിക്കണം. നിങ്ങളെ കൂട്ടുകാരൻ ബബിൾ ഗം തിന്നുന്ന ഒരുത്തനാണ് എങ്കിൽ നിങ്ങൾ 5-ാമത്തെ ദിവസം അവൻ്റെ കൂടിയിട്ട് നിങ്ങൾ ബബിൾ ഗം തിന്നും. നിങ്ങളെ കൂട്ടുകാർ കള്ളു കുടിക്കുന്ന ഒരു ചങ്ങായിയാണെങ്കിൽ 6-ാമത്തെ ദിവസം നിങ്ങൾ അവൻ്റെ കൂടി മണത്ത് നോക്കും. ഉറപ്പാ കാര്യത്തിൽ. നിങ്ങളെ കൂട്ടുകാർ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ 1 മാസം കൊണ്ട് അവൻ്റെ കൂടി ബാംഗ്ലൂർ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് മക്കൾ നടക്കുന്ന കൂട്ടുകാരെ നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങൾ വെറുതെ വാപ്പാന്ന് പറഞ്ഞു ഉമ്മാന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. ഇപ്പം സംഗതി എന്നെ മനസ്സിലായല്ലോ. ഇപ്പം കരൾ കത്തിപ്പോകുന്ന സാധനമാണ് മദ്യമെന്നും സിഗരറ്റെന്നും ബോധ്യമുള്ള ഒരു സമൂഹത്തിന് അത് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ ഈ കുട്ടികളോട് നിരന്തരം 3 വയസ്സ് മുതൽ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്ത് പോറ്റിയാൽ ഈ കുട്ടികൾ അങ്ങ് പിടിച്ചാൽ കിട്ടും. പക്ഷെ കേരളത്തിൻ്റെ മണ്ണിൽ സിഗരറ്റും കഞ്ചാവും അല്ല ഇന്നത്തെ വിഷയം. എന്താ വിഷയം? കൊറോണയ്ക്ക് ശേഷം കേരളത്തിൻ്റെ മണ്ണിൽ പുതിയൊരു വില്ലൻ വന്നിട്ടുണ്ട്. വില്ലൻ്റെ പേര് MDMA. ഞാൻ വിചാരിച്ച MBBS MD MBA എന്നാലും വിചാരിച്ചത് എന്തോ ഒരു നല്ല ദാനാന്നാണ് വിചാരിച്ചത്. നിങ്ങളോ? നോക്കുമ്പോൾ ഇത് രാസവസ്തുക്കളാൽ നിർമ്മിതമായ ഒരു രാസലഹരിയാണ്. കഴിഞ്ഞ 3 ദിവസം മുമ്പേ വടകരയുടെ മണ്ണിൽ നിന്നൊരു അച്ഛനെയും അമ്മയെയും 4 വയസ്സുള്ള ആൺകുട്ടീനെയും കാറിൽ വരുമ്പോഴാണ് അവരുടെ കയ്യിൽ നിന്ന് 96.5 ഗ്രാം MDMA പിടിച്ചെടുത്തത്. 20 ലക്ഷത്തിലേറെ വിലയുള്ള സാധനം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ MDMA? കണ്ടിട്ടില്ല? എന്നാൽ നിങ്ങൾ ഇന്ന് മുതൽ ഈ മതം നിലനിൽക്കണമെങ്കിൽ, നമ്മളൊക്കെ ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ, കേരളം നിലനിൽക്കണമെങ്കിൽ ഈ രാസലഹരക്കെതിരെ നെഞ്ചൂക്ക് വിടർത്തി യുദ്ധം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളെ മതവും എൻ്റെ മതവും ഒരു രാഷ്ട്രീയവും ഇവിടെ ഉണ്ടാവില്ല. ഞാൻ എഴുതി ഒപ്പിട്ട. അതുകൊണ്ടാണ് കേരളത്തിലെ ലഹരിക്കെതിരെ ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ മന്ത്രി പറഞ്ഞത്, ലഹരിക്കെതിരെയുള്ള ഈ വിശുദ്ധ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളും ഒന്നിച്ചൊന്നായി അണിനിരന്നിട്ടില്ല എങ്കിൽ 10 കൊല്ലം കൊണ്ട് കേരളത്തിൻ്റെ മണ്ണിൽ യുവതലമുറ ഉണ്ടാവുകയില്ല എന്ന്. കള്ളു കുടിച്ചാൽ അന്നേരം ഒന്നും മരിച്ചില്ല. MDMA നിങ്ങൾ എല്ലാ ഉമ്മമാരും പഠിച്ചോ. ഇനി നിങ്ങൾ പഠിക്കാണ്ടൊന്നും ആയിപ്പോണ്ട. MDMA 12 വയസ്സുകാരൻ്റെ കീശയിലുണ്ട് എന്നാ പുതിയ കണക്ക്. കണ്ണൂർ ജില്ലയിലെ 86 സ്കൂളുകളിൽ ലഹരി മാഫിയയുടെ ശക്തമായ നിരീക്ഷണമുണ്ട് എന്നാ നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. നിങ്ങളെ ചൊക്ലി സ്കൂളിൽ ഉണ്ടോയെന്ന് ഞാൻ അറിയില്ല. പരീക്ഷിക്കണ്ടേ, നിരീക്ഷിക്കണ്ടേ? 6-ാം ക്ലാസ്സിലെ കുട്ടി ഇത് ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കണ്ടേ? അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ ജാഗ്രതയോട് കൂടിയിട്ടുള്ള നിരീക്ഷണം ആവശ്യമാണ്. ഈ MDMA എന്ന് പറഞ്ഞാൽ 2 പഞ്ചസാര തരി ഒട്ടിച്ച പോലെ ഉണ്ടാവും. ഇതിന് ഗ്രാമിന് 2500 മുതൽ 4000 രൂപ വരെയാണ് വില. ഇത് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം എന്താണെന്നറിയോ? ഇത് തുറന്നു വെച്ചാൽ അലിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് തുറന്നു വെക്കൂലാരും. എങ്ങനെ വെക്കുക? ലേസ് കണ്ടിരിക്കും ഞങ്ങൾ 4 ലേസ് വലിയ ഗർഭിണീനെ പോലത്തെ ഒരു കവറിൻ്റെ ഉള്ളിൽ എയർ കിടക്കാത്ത, അതേപോലെ ഈ പഞ്ചസാര തരിയെ എയർ ടൈറ്റ് ബാഗിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. അത് പാൻറ്റിൻ്റെ ഈ സൈഡിൽ ഇവിടെ ഈ സ്ട്രിപ്പില്ലേ, ഇതിൻ്റെ ഉള്ളിലായത് ഒളിപ്പിക്കും എല്ലാവരും. വീട്ടിലെ 10-ാം ക്ലാസ്സുകാരൻ്റെ ബാഗും ട്രൗസറും എല്ലാം പരിശോധിച്ചോ നിങ്ങൾ. ഇങ്ങനത്തെ വെള്ളപ്പൊതിയിൽ നിന്ന് 2 പഞ്ചസാരക്കാരി കിട്ടുന്നുണ്ടോ നിങ്ങൾ നോക്കിക്കോളി. ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക? ഇനി രുചിയും മണമൊന്നുമില്ല. ഇത് പൊടിച്ചിട്ടില്ലേ. ഈ കുട്ടികളുടെ ബാഗിൽ, ഈ MDMA ഉള്ള കുട്ടികളുടെ ബാഗിൽ ATM കാർഡ് പോലത്തൊരു സാധനം ഉണ്ടാവും ഇത് പൊടിക്കാൻ. അത് പൊടിച്ചിട്ട് ചുണ്ടിൻ്റെ ഉള്ളിലോ മൂക്കിൻ്റെ ഉള്ളിലോ കണ്ണിൻ്റെ ഉള്ളിലോ ഭക്ഷണത്തിലോ ജ്യൂസിലോ ആക്കിയിട്ട് അങ്ങ് ഉള്ളിലേക്ക് ചെന്നാലില്ലേ നമ്മളെ മക്കൾ 48 മണിക്കൂർ പറക്കും. എത്ര മണിക്കൂർ? 48 മണിക്കൂർ സന്തോഷത്തിൻ്റെ ലോകത്ത്. ഇതിൻ്റെ ഏറ്റവും വലിയ ആപത്ത് സന്തോഷമല്ല, ഈ സന്തോഷം 6.5 കൊല്ലം കൊണ്ട് മുഴുത്ത ഭ്രാന്തായിട്ട് മാറും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് 10 കൊല്ലം കഴിഞ്ഞാൽ അവിടെ യുവാക്കൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അത് ഇതെങ്ങനെ ഉപയോഗിക്കുന്ന മനസ്സിലാവാന്നറിയാം നിങ്ങൾക്ക്? എങ്ങനെയാ? ഒറ്റ കാര്യം മാത്രമേ മനസ്സിലായി. ഈ സാധനം ഉപയോഗിച്ചാൽ 48 മണിക്കൂർ ഇതിൻ്റെ ഹാങ് ഓവർ നിൽക്കുമെന്ന് പറഞ്ഞല്ലോ. 48-ാമത്തെ മണിക്കൂറിൽ ഇതേ അളവിൽ ഈ രാസവസ്തു നമ്മളെ ശരീരത്തിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് മൂത്ത ഭ്രാന്തായിരിക്കും. അത് കിട്ടുന്നവരെ നിങ്ങൾക്ക് ഇരിക്കാനും പറ്റൂല, കിടക്കുവാനും പറ്റൂല. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഓടും, മുഴുത്ത ഭ്രാന്തായിരിക്കും. ഉപ്പേനെ ഉപദ്രവിക്കും, ഉമ്മേനെ പിടിച്ച് മാന്തും.
ആരെയും പിടിച്ച് മാന്തിയിലെ അനിയനെ പിടിച്ച് അടിക്കും, ഉള്ള സാധനം കിട്ടിയ സാധനം എടുത്ത് വലിച്ചെറിയും, ഉടുതുണിയില്ലാതെ റോഡുമ്മ കൂടി ഓടും. എത്ര ദിവസം കൊണ്ട്? 48ാമത്തെ മണിക്കൂറിൽ. കുറ്റ്യാടി ടൗണിൽ 14 വയസ്സുകാരിയായ പെൺകുട്ടി ഉടുതുണിയില്ലാതെ ഓടുന്നത് കാണാം. കോഴിക്കോട് ടൗണിന്റെ ഹൃദയഭാഗത്ത് സിദ്ദിഖ് എന്ന് പറയുന്ന കച്ചവടക്കാരനെ മാർബിൾ മുറിക്കുന്ന മിഷ്യൻ കൊണ്ട് മുറിച്ച് 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 പെട്ടിയിലാക്കിയിട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടു തള്ളിയ പെൺകുട്ടിയുടെ വയസ്സ് 18 എങ്ങനെയാ കുട്ടിക്ക് ധൈര്യം കിട്ടിയത്? ഏതോ ഒരു ലഹരി വസ്തു ഉപയോഗിച്ചിട്ടുണ്ടാവും നമ്മളെ കണക്ക് കൂട്ടൽ. നക്ഷത്ര എന്ന് പറയുന്ന 6 വയസ്സ് പോലുള്ള ദൈവത്തിനെ പോലുള്ള ഒരു കുട്ടിയെ സ്വന്തം അച്ഛൻ സ്വന്തം മഴു ഉണ്ടാക്കിയിട്ട് ആ കുട്ടിയുടെ കഴുത്ത് അറുത്ത് കൊന്നിട്ടുണ്ടെങ്കിൽ, തലച്ചോറ് കൊത്തി കൊന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ ഏതോ ഒരു മാരക ലഹരി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണ്ടേ? താമരശ്ശേരി ചുരത്തിന്റെ മേലെ വയനാടുള്ള ഒരു ചെക്കൻ ഒരു പെൺകുട്ടീനെ കഴിഞ്ഞ 3-4 മാസമായി MDMA കൊടുത്ത് നശിപ്പിച്ച് അവസാനം ഓന് മതിയായപ്പോൾ ഒരു പൂച്ചക്കുട്ടിയെ ഉപേക്ഷിക്കുന്നത് പോലെ ഈ താമരശ്ശേരി വളവിന്റെ 8ാമത്തെ വളവിൽ ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് കളഞ്ഞ മനുഷ്യന്റെ നാടാ നമ്മളെ നാട്. നാദാപുരത്ത് കഴിഞ്ഞ ദിവസം എപ്പോഴോ കണ്ട പെൺകുട്ടീനെ ഓക്ക് വേണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ മിഞ്ഞാന്ന് കല്ലാച്ചി നടപ്പാതയിൽ കൂടി പെൺകുട്ടി പോകുന്ന കണ്ടപ്പോൾ കത്തിയെടുത്ത് കുത്തിയ കാമുകന്റെ നാടാ നമ്മളെ നാട്. ശരിയാണോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? സൂക്ഷിക്കണ്ടേ? നമ്മളെ മക്കൾ എങ്ങനെ ഇവിടെ സുരക്ഷിതരാകുന്നത്? ഈ കുട്ടികൾ കത്തി കൊണ്ട് കുത്തുവോ ഇവനും കത്തി കൊണ്ട് കൊല്ലപ്പെടുമോ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഈ ലഹരിക്കെതിരെ ഈ മഹലിനോടൊപ്പം ഇവിടെയുള്ള ഓരോ ഉമ്മയും ബാപ്പയും നിതാന്ത ജാഗ്രതയോടുകൂടി നിരീക്ഷിച്ചിട്ടില്ല എങ്കിൽ നമ്മളെ മക്കൾ ഭ്രാന്ത് വന്ന് നശിക്കും. ഭ്രാന്ത് വന്ന് നശിക്കുന്ന മാത്രമല്ല, നിങ്ങൾ ചത്തും പോയിട്ടുള്ള കൈ കൊണ്ട്.